മൈസൂരിൽ നിന്ന് കണ്ടൊരു മാർക്കറ്റാട്ടോ, പച്ചക്കറി മാർക്കറ്റാണ്. ആ മാർക്കറ്റ് നോക്കി, നമ്മൾ ഫുള്ള് മാർക്കറ്റ്. നമ്മുടെ നാട്ടിലെ മാതിരിയല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ റോഡ്സ്, ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലാണ് നിങ്ങൾ പച്ചക്കറി മാർക്കറ്റിൽ ഓരോരോ റൂമുകളുണ്ടാവില്ല, ഇവിടെ അതില്ല. ഇവിടുന്ന് തന്നെ ഈ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ടൊമാറ്റോ കിട്ടുന്ന 20 കണ്ടാ, 20 റുപ്യ ടൊമാറ്റോ. ഇവിടെ 20 റുപ്യ ടൊമാറ്റോ കേട്ടോ. നോക്കി ഇങ്ങനെ നമ്മളിങ്ങനെ പോയി നോക്കിയാണെങ്കിൽ ഇവിടെയൊക്കെ കാണേണ്ട മാർക്കറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനവും ഇവിടെ കിട്ടും, പക്ഷെ കുറഞ്ഞ റേറ്റും ഉള്ളൂ കേട്ടോ. കണ്ടില്ല, നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു കളർഫുള്ള് എല്ലാ സാധനം. നമ്മൾ പണ്ടൊക്കെ വെച്ചിട്ടുണ്ടോ കാണിച്ച് കുറേ ഓരോന്ന് 500 അങ്ങനെ ഓരോന്നും മാറ്റി വെച്ചു. കേജ് ഇവിടുന്ന് അവിടെ ഫുള്ള് ഈ ഒരു പച്ചക്കറി ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം. ഇതെന്താ സംഭവം എന്ന് പറയാം, നമ്മൾ ചെറിയ ചെറിയ മാർക്കറ്റുകൾ ഇതൊക്കെ ഓരോരോ KG ആക്കി മാത്രം അടുപ്പിച്ച് 1 KG 500 ഇങ്ങനെ ആക്കി വെച്ചിരിക്കണം. അത് അതിനാണ് എടുത്ത് തരും. എന്തൊക്കെ അതൊക്കെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഈ ഒരു സബ്ജി മാർക്കറ്റ്, ഈ പച്ചക്കറി മാർക്കറ്റ്. എന്താ പിന്നെ ഉള്ളി ഇതൊക്കെ ഇവിടെ റേറ്റ് എന്താ, നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളിക്ക് KG 25 റുപ്യാണ് കിലോന്. എന്താ ഇത് പലചരക്ക് കച്ചവടമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നോക്കി ഈ ഒരു ഭാഗത്ത് പലചരക്കിൻ്റെ കച്ചവടങ്ങൾ. ഇതിങ്ങനെയാണ് ഇവിടുത്തെ ഒരു മാർക്കറ്റ്. ഇങ്ങനെയാണ് മൈസൂർ. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ റൂം കാര്യങ്ങളല്ല. നമ്മുടെ നാട്ടിൽ ഉള്ളിക്കൊക്കെ ഇപ്പോൾ 25 റുപ്യാണ് റേറ്റ് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ റേറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തം വിട്ടുപോകും കേട്ടോ. ഈ മാർക്കറ്റ് ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഒരു തുണീൻ്റെ മാർക്കറ്റ്. അവിടെയാണെങ്കിൽ ചായ. ഇവിടെ തുണി മാർക്കറ്റ്, ഇവിടെ ചായ കച്ചവടം വേറെ നടക്കണ്. നമ്മൾ ഞാൻ ഉള്ളിക്ക് വില വെച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാം, 1 കിലോ 15 റുപ്യ. നമ്മുടെ നാട്ടിൽ 25 റുപ്യാണ് റേറ്റ് വരുന്നത്. കയറുകൾ ഇതാ ഈ ഒരു ഭാഗത്ത് കയറുകൾ. ഞാൻ സത്യത്തിൽ പറഞ്ഞ ഇങ്ങനെ ഒരു മാർക്കറ്റ് ആദ്യമാണ് കാണുന്നത് കേട്ടോ. ഇനിയില്ല, സകല ഗുലാബികൾ ഇവിടെ കിട്ടും. നമ്മളെ സീതപ്പഴത വെക്കണേ ഒക്കെ 2 3 ഉള്ളത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഇന്നത്തെ ഇവിടെ പലചരക്ക് കിട്ടാം. നമ്മൾ പലചരക്കുണ്ട്, അവിടെയും ഇവിടെയൊക്കെ പലചരക്കുണ്ട്. അതുപോലെ തന്നെ ഐക്കൊപ്പര അതൊക്കെ എടുക്കണം. ഇവിടെ ചക്ക, ചൂല്, ചക്ക കൂട്ടിക്കണക്കാണ് ചക്ക. എന്ത് ഇത് റേറ്റ് എടുക്കേ? ആ അതാ 100 150. 150. 170 170 150 റുപ്യൊക്കെ റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ചക്കക്ക്. നമ്മളെ എൻ്റെ കൂട്ടുകാരെ ഇതാ മൈസൂർ കോയിൻ്റെ മാർക്കറ്റ്. ഇനി നമ്മൾ കോയിൻ്റെ മാർക്കറ്റ് ഇതിന് 2ാം ഭാഗമായിട്ട് കോയിൻ്റെ മാർക്കറ്റ് നമ്മൾ ഇതിലിടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കാണട്ടോ. അപ്പോൾ നമ്മൾ സബ്ജി മാർക്കറ്റ് കാണാം. നമ്മുടെ കോഴി കച്ചവടത്തിൻ്റെ മാർക്കറ്റ് ഉണ്ടോ.